അതിനിടെ കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്ന ആരോപണത്തിന്റെ വാർത്ത കൂടി വരികയാണ്. വോട്ട് ചേർത്തതിന്റെയോ മാറ്റിയതിന്റെയോ രേഖകളില്ലെന്ന് നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്തിൽ പരാമർശമുണ്ട്. 37 വാർഡുകളിലെ രേഖകളോ നോട്ടീസോ ഓഫീസിലില്ല എന്നാണ് നഗരസഭാ ചെയർമാന് നൽകിയ കത്തിൽ പറയുന്നത്. കത്തിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, വലിയ ക്രമക്കേട് നടന്നു എന്നതാണോ? ഇതിപ്പോൾ നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി തന്നെ പറയുകയാണല്ലോ രേഖകളില്ല എന്ന്. അനുജ, കൊടുവള്ളി നഗരസഭയിലെ പുതുക്കിയ വോട്ടർ പട്ടിക കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പുറത്തു വന്നത്. 36 വാർഡുകളാണ് കൊടുവള്ളി നഗരസഭയിലുള്ളതെങ്കിലും 37 വാർഡുകളാക്കി മാറ്റിക്കൊണ്ടാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക പുറത്തു വന്നത്. അതിൽ തന്നെ ഏതാണ്ട് 1500ഓളം വോട്ടുകൾ കാണാനില്ലെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 1500 വോട്ടുകൾ കാണാനില്ലെന്ന പരാതിയുമായി എത്തുകയും അത് പ്രധാനമായിട്ട് ഇവർ കാണിക്കുന്ന മാനദണ്ഡം എന്നത് നാട്ടിലില്ല, മരിച്ചുപോയി, പ്രവാസിയാണ് എന്നൊക്കെയുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ പുറത്താക്കിയതും. പിന്നീട് 37 വാർഡുകളാക്കി അത് മാറ്റിയപ്പോൾ 17ാമത്തെ വാർഡിലെ ആളിനെ അത് 18ാമത്തെ വാർഡിലാക്കുന്നു. 18ാമത്തെ വാർഡിനെ 28ാം വാർഡിലെ വോട്ടറാക്കി മാറ്റുന്നു. അങ്ങനെ വ്യാപക ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രദേശവാസികൾ തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തദ്ദേശ ഭരണ വകുപ്പിന് ഒരു പരാതി പോകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ കൊടുവള്ളി നഗരസഭയിലെത്തി നടത്തിയ പരിശോധനയിൽ നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി നൽകിയ കത്തിലാണ് ഇപ്പോൾ 37 വാർഡുകളിലെ ഈ വോട്ടുമായി ബന്ധപ്പെട്ട ഒരു രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ല എന്ന ഒരു കത്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധവുമായി മുസ്ലിം ലീഗും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന കത്ത് തന്നെയാണ് ഇപ്പോൾ നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി വകുപ്പിന് സമർപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ നഗരസഭാ സെക്രട്ടറിക്കെതിരെ അവർ ആരോപണം ഉയർത്തിയിരുന്നു. ആ സമയത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകാതെ നഗരസഭാ സെക്രട്ടറി ഇവിടെ നിന്ന് പോകുകയായിരുന്നു എന്നുകൂടി ഒരു ആരോപണമുണ്ട്. ആരോപണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് UDF പരാതി നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ ഭരണ വകുപ്പിൽ നിർദ്ദേശം നൽകി എത്രയും വേഗം അന്വേഷണം നടത്തണമെന്ന്. അങ്ങനെ ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ നഗരസഭാ സെക്രട്ടറി അവിടെ ജോലിക്കെത്താതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥലം മാറ്റാനുള്ള ഉത്തരവ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും കൊടുവള്ളി നഗരസഭയിൽ പുനർവിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടാണ് എന്നുള്ളതാണ്. ലീഗും കോൺഗ്രസും നേരത്തെ ഈ വിഷയം ഉന്നയിച്ച് പരാതി നൽകിയിരുന്നതാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി തന്നെ ഇങ്ങനെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കത്തിലൂടെ സാധൂകരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.